എന്നതുപോലെ തന്നെ ഉസ്താദന്മാര് എന്ന് പറഞ്ഞാൽ ദീനിലുള്ള പിതാമഹന്മാരാണ്. അവന്റെ ഇടയിലും പഠിക്കുന്ന വിദ്യാർത്ഥിയുടെയും റബ്ബുൽ ആലമീന്റെയും ഇടയിലുള്ള ഒരു മാധ്യമമാണ് ഉസ്താദന്മാർ. അപ്പൊ എന്റെ പരമ്പര ഞാനിങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എന്റെ 20ാമത്തെ വാപ്പയാണ്. എന്നതുപോലെ തന്നെ 21ാമത്തെ വാപ്പയാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ. എന്നതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ എന്റെ 22ാമത്തെ വാപ്പയാണ്. അങ്ങനെ എത്തി 45ാമത്തെ വാപ്പയാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് മൊത്തത്തിൽ എന്റെ ഇൽമിലുള്ള സനദാണ്. അതേ അവസരത്തിൽ ഫത്ഹുൽ മുഈന്റെ സനദ് വേറെ, മഹല്ലിന്റെ സനദ് വേറെ, മുഖ്തസറിന്റെ സനദ് വേറെ, അങ്ങനെ സനദ് വേറെയുണ്ട്. മൊത്തത്തിലുള്ള ഇൽമിന്റെ സനദ് അതിൽ എന്റെ 25ാമത്തെ പിതാവാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി 45ാമത്തെ പിതാവ്. 44 ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ എന്റെ ഉസ്താദന്മാരുടെ പരമ്പരയിൽ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളുണ്ട്. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാരുണ്ട്. ഇങ്ങനെ മഹാന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അടുത്തുള്ള എന്റെ സ്വന്തം ഉസ്താദ് ശൈഖി വ മുർഷിദി മമ്മിക്കുട്ടി ഉസ്താദ്, എന്റെ വന്യരായ ഉസ്താദ് മമ്മിക്കുട്ടി ഉസ്താദ്. നമ്മുടെ ഈ ഉസ്താദിന്റെ സാധാരണ സനദ് വേണ്ടത് രണ്ട് കാര്യത്തിലാണ് സനദ് വേണ്ടത്. തൊട്ടതിനും എടുത്തതിനൊക്കെ സനദ് വേണം എന്നുള്ളത് പ്രായോഗികമല്ല, അത് ഇസ്ലാമിലുള്ളതുമല്ല. സനദ് വേണ്ടത് രണ്ട് കാര്യത്തിൽ. എന്തെങ്കിലും ഒരു ശറഈയായിരിക്കുന്ന ഹുക്മ വിവരിക്കുമ്പോൾ, ഉദാഹരണത്തിന് വേണ്ടി കള്ളുകുടി ഹറാമാണ്, പലിശ ഹറാമാണ്, ഇതിന് സനദ് വേണം. എന്നതുപോലെ ഇൽമിനിക്ക് സനദ് വേണം. അപ്പൊ എന്റെ സനദാ ഞാൻ പറഞ്ഞത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ 45ാമത്തെ പിതാവാണ്. അങ്ങനെ പറഞ്ഞെല്ലാം കൂടി എന്റെ അഭിവന്യരായ ഉസ്താദ് മമ്മിക്കുട്ടി ഉസ്താദ്, മമ്മിക്കുട്ടി ഉസ്താദിന്റെ ഉസ്താദ് ഖുതുബത്തുൽ മുഹദ്ദിഖീൻ സദഖത്തുൽ ഉസ്താദ്, അവരെ ഉസ്താദ് ശംസുൽ ഉലമാ മുഹമ്മദ് ബിൻ അഹ്മദുൽ ഖുതുബി. ഈ സനദിൽ ഞാൻ അല്പസ്വല്പം കൊടുത്തതാണ്. ഇതിൽ ബഹുമാനപ്പെട്ട ശൈഖാദ് നസറത്തുണ്ട്. ശംസുൽ ഉലമാ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ പേരാണ്. ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് വേലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് ആദ്യം മദ്രസയായിരുന്നു, ഇപ്പൊ കോളേജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വേലൂർ ബാഖിയാത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ടതാണ് നമ്മളൊക്കെ. അതിലുള്ള ശിഷ്യത്വം വാങ്ങാൻ അർഹത കിട്ടിയതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പൊ ബാനി ഹസ്രത്ത് അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത പേരായിരുന്നു ശംസുൽ ഉലമാ എന്ന്. ആ ശംസുൽ ഉലമാ അബ്ദുൽ വഹാബ് ഹസ്രത്ത് നമ്മുടെ ഈ സനദിലുണ്ട്. എന്നതുപോലെ തന്നെ ശൈഖാദ് ഹസ്രത്തുണ്ട്. എന്നിട്ട് ഞാൻ ഈ സനദ് വാങ്ങിയവരോട് ഞാൻ പറയും, ഈ സനദിന്റെ ലാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മായന തന്നെ തിരിഞ്ഞില്ല എന്ന് വരും. ഒരു കടലാസ് മാത്രമായി കണക്കാക്കും. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ടിയിലുണ്ടാവും, ചിലപ്പോൾ കാണാതാവുകയും ചെയ്യും. ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട് ഈ സനദ് വാങ്ങുന്നവനോട് നമ്മൾ വസീയത്ത് ചെയ്യുന്നു. എല്ലാ മുസ്ലിമിനോടും അസൂയ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ വസീയത്ത് ചെയ്യുന്നു. നാല് ഇമാമുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദാക്കണം എന്ന് നമ്മൾ വസീയത്ത് ചെയ്യുന്നു. മാതുരീദിയോ അല്ലെങ്കിൽ അശ്വരിയോ ഏതെങ്കിലും ഒരു അഖായിദിനെ ഓൻ നിർബന്ധമാക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും നമ്മളെ ദുആയിൽ മറക്കരുത് എന്നും കൂടിയുണ്ട്. ചീത്ത പറയണമെന്ന് ഞാൻ എഴുതിയില്ല. പരസ്യത്തിലും രഹസ്യത്തിലും അവരുടെ ദുആയിൽ നമ്മളെ മറക്കരുത്. ഈ സനദ് വാങ്ങുന്നവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അവരെ വക്കൽ നിന്നിട്ട് നേരത്തെ എ പി ഉസ്താദ് പറഞ്ഞതുപോലെ ബിദ്അത്ത് വല്ലതും അവരെ വക്കൽ നിന്നിട്ടുണ്ടായാൽ അവിൽ മുഖാലഫത്തുലിൽ കുല്ലിയ അല്ലെങ്കിൽ നമ്മുടെ കുല്ലിയ കോളേജിന്റെ കാനൂനിനോട് എതിരായ വല്ലതും കണ്ടാൽ ഈ ഷഹാദത്തിന് ഒരു വിലയും നിലയും ഇല്ല. അപ്പൊ നമ്മുടെ ഉസ്താദന്മാർ, നമ്മൾ ദീൻ പഠിക്കുന്നത് ഉസ്താദന്മാരുടെ വക്കൽ നിന്നിട്ടാണ്. നമ്മളിപ്പോ നിസ്കരിക്കാൻ പഠിച്ചത് ആരംഭ റസൂലിന്റെ അടുത്ത് പോയിട്ട് മക്കത്ത് പോയിട്ടോ മദീനത്ത് പോയിട്ടോ റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ടല്ല. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഉസ്താദന്മാരുടെ വക്കൽ നിന്നിട്ടാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ മർഹൂം മുഹമ്മദ് ബിൻ അഹ്മദ് ഖുതുബി തങ്ങൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് തലപ്പാവെല്ലാം കെട്ടി
കെട്ടി കുപ്പായെല്ലാം ഇട്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ നിൽക്കിരിക്കുക. അപ്പൊ നമ്മളൊക്കെ നിൽക്കിരിക്കുമ്പോ എങ്ങനെയല്ലോ നിൽക്കിരിക്കും. അപ്പൊ മൂപ്പരോട് ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കിരിക്കുന്ന, എന്താ ഇനി തരീക്കെട്ടൊന്നും മാറ്റിയിട്ട് ഒരു തട്ടങ്ങനെ ഇട്ടിട്ട് ബനിയം മാത്രം ഇട്ട് നിൽക്കിരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഓർ പറഞ്ഞത് എന്റെ വന്യരായ ഉസ്താദ് അങ്ങനെ ആയിരുന്നു ചെയ്തത്. എന്റെ വന്യരായ ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുത്തുബിത്തങ്ങളുടെ ഉസ്താദ് ആ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കേരളത്തിൽ വളരെ കിബിലന്റെ വിഷയത്തിൽ കോലിളക്കം ഉണ്ടാക്കിയ പണ്ഡിതനാണ് അഹമ്മദ് ഹാജി. ഈ അഹമ്മദ് ഹാജിന്റെ ഉസ്താദാണ് നമ്മുടെ ബദർ മൗലൂദിന്റെ മുസന്നിഫ് വളപ്പിൽ അബ്ദുൽ തെറ്റിയിട്ടുണ്ട്. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നമ്മുടെ മൗലിദുൽ കുബറ ബദർ മൗലിദിന്റെ മുസന്നിഫ്. അങ്ങനെ നമ്മുടെ ഈ കുത്തുബിത്തങ്ങൾ പറഞ്ഞു എന്റെ ഉസ്താദ് അങ്ങനെ ആയിരുന്നു ചെയ്തത്. അതേപോലെ നിങ്ങളും പറയണം എന്റെ ഉസ്താദ് അങ്ങനെയാണ് ചെയ്തത്, അതേപോലെ ഞാൻ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശൈഖുൽ മർഹൂം കുത്തുബിത്തങ്ങൾ എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ്, ഇവരെല്ലാം വളരെയധികം ഉസ്താദന്മാരെ ആദരിച്ച് ബഹുമാനിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സദഖത്തുൽ ഉസ്താദ് പറയുന്നു പലപ്പോഴും ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയാറുണ്ട് ഒരു സംഭവം ഓർത്തതിന്റെ പേരിൽ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ ചീത്ത പറയരുത്, ഉസ്താദന്മാരെ ചീത്ത പറയരുത്. ഉസ്താദന്മാരെ വിളിക്കുന്നിടത്ത് നിങ്ങൾ പോകണം. ഇന്ന് നമുക്കുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മാത്രമാണ്. എന്റെ പരിശുദ്ധ ഇസ്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് മാത്രമാണ്. ഉസ്താദ് കാണിച്ചു തന്ന മാർഗത്തിലേക്കൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്റെ ഉസ്താദ് ഇതേപോലെയാണ് തലീക്കെട്ട് കെട്ടുക. എന്റെ ഉസ്താദിന്റെ തലീക്കെട്ടിന് വാലില്ല, എന്റെ തലീക്കെട്ടിന് വാലില്ല എന്നതുപോലെ ഉസ്താദ് സബക്ക് നടത്തുമ്പോൾ ഏകദേശം 2-3 മൈൽ ദൂരെ കേൾക്കും. അതേപോലെ തന്നെയാണ് എന്റെ സബക്ക് ഇന്നും അതേപോലെ തന്നെയാണ്. ഉസ്താദ് രാത്രി വളരെ മുമ്പേ 2:30 മണി 3 മണിക്ക് എഴുന്നേൽക്കും. ഇന്നും എന്റെ വന്യനായ ഉസ്താദിന്റെ വകതിന് ഞാൻ പഠിച്ചതനുസരിച്ച് എത്ര താമസിച്ചുറങ്ങിയിരുന്നാലും 2:30 മണി 3 മണിക്ക് എണീക്കും. നമ്മുടെ ഔറാദുകളും നമ്മുടെ ഖിറാഅത്തും ഖുർആനോത്തും ഒക്കെ രാത്രിയാണ്. ഉസ്താദന്മാരത് കാണിച്ചു തന്നു, അതേപോലെ ആയിരിക്കും. അവരിൽ ഖുശൂഉള്ള പണ്ഡിതന്മാരായിരുന്നു. ഇൽമിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നാഫിയായ ഇൽമു, ളാറായ ഇൽമു എന്ന് 2 ഇൽമു ഇല്ലേ ഇല്ല, ഒരൊറ്റ ഇൽമു മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയലുണ്ട് നാഫിയായ ഇൽമു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. നാഫിയായിരിക്കുന്ന ഇൽമു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൽമില്ല. അതേ അവസരം ഇൽമു ഒരേ ഒരു ഇൽമു മാത്രമാണ്. അതിനെ നാഫിയാക്കുന്നതും ളാറാക്കുന്നതും നമ്മളാണ്. സാഹിബുലിക്കം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി പറഞ്ഞതുപോലെ അൽ ഇൽമു ഇൻ ഖാറനതുൽ ഖശിയതു ഫലക് വഇല്ലാ ഫഅലൈഹി, നിന്റെ ഇൽമിനോട് ഭയഭക്തിഹീനമായ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ആ ഭയഭക്തി നിന്റെ ഇൽമിനോട് യോജിച്ചാൽ ആ ഇൽമു ഫലക നിനക്ക് അനുകൂലമാണ്, നാഫിയായ ഇൽമാണ്. വഇല്ലാ ഫഅലൈക, മറിച്ചാണെങ്കിൽ അത് നിന്റെ മേൽ കേടാണ്, അത് ളാറായിരിക്കുന്ന ഇൽമാണ്. അപ്പൊ നമ്മുടെ ഈ ഇൽമു ഒരേ ഇൽമു മാത്രമാണ്. അതിനെ ളാറും നാഫിയും ആക്കുന്നത് നമ്മളാണെന്ന് നിങ്ങളൊന്ന് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഉസ്താദന്മാര് കാണിച്ചു തന്ന അതേ മാതൃക, ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദ് കാണിച്ചു തന്ന മാതൃകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മമ്മിക്കുട്ടി ഉസ്താദ് ഓതുന്നത് ബഹുമാനപ്പെട്ട സദഖത്തുള്ളാഹിന്റെ വക്കിൽ നിന്നിട്ടാണ്. സദഖത്തുള്ള ഓതുന്നത് കുത്തുബിത്തങ്ങളുടെ വക്കിൽ നിന്നിട്ടാണ്. സദഖത്തുള്ളാഹിന്റെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയുന്നു. സദഖത്തുള്ള പറയുമ്പോൾ ചില സ്പീക്കർ ഓർമ്മിക്കും, നമുക്ക് അങ്ങനത്തെ വാദങ്ങളോ മറ്റൊന്നുമില്ല. അപ്പൊ സ്പീക്കർ കഴിയുന്നത്രയും ഒഴിവാക്കണം എന്നുള്ള വാദക്കാരനാണ് ഞാൻ. പറയും അതൊന്നും ഇപ്പൊ നമുക്ക് പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് ബഹുമാനപ്പെട്ടവര് ഖശിയത്തുള്ള പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ വണ്ടൂര് വെച്ച് ബഹുമാനപ്പെട്ടവരുടെ കോളേജിനോടും എന്നതുപോലെ തന്നെ മൂപ്പര് നടത്തുന്ന സ്ഥാപനത്തിനോടും എതിരായിക്കൊണ്ട് ഒരു സ്ഥാപനവും പള്ളിയും ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാര് സ്ഥലം വാങ്ങിയിട്ട് അതിനേതാക്കി കുറ്റിയടിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് ഉയരൂല. ഇന്നും അതേപോലെ കിടക്കുന്നു, ഇന്നും അതേപോലെ കുറ്റിയടിച്ചതുപോലെ കിടക്കുന്നു, അതിനപ്പുറം ഉയർന്നിട്ടേ ഇല്ല. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് സ്പീക്കറിൽ ഒന്ന് ബാങ്ക് കൊടുത്ത് മൂപ്പരൊന്ന് അവഹേളിക്കണം എന്ന് ഒരു വിഭാഗം വണ്ടൂരെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു പരിശുദ്ധമായ റമളാനിക്ക് ഒരു പള്ളിയിൽ പുതിയ മൈക്ക് കമ്പനിയിൽ നിന്ന് ഇറക്കിയ പുതിയ മൈക്കേതാക്കി കൊണ്ടുവന്നു. എന്നിട്ട് അവിടത്തേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാനെ ക്ഷണിച്ചു. എന്നിട്ട് ഏതാക്കി ബഹുമാനപ്പെട്ടവരുടെ മഗ്‌രിബിന് മൂപ്പരുടെ മുമ്പിൽ വെച്ചൊന്ന് ബാങ്ക് കൊടുത്ത് എന്നിട്ട് ഏതാക്കി മൂപ്പരൊന്ന് അവഹേളിക്കലായിരുന്നു ഉദ്ദേശം. അങ്ങനെയെല്ലാം കൂടെ ബാങ്കിന്റെ സമയമായപ്പോൾ സ്പീക്കർ ഓണാക്കിയിട്ടും ഉള്ള എല്ലാ അടവുകളും പയറ്റിയിട്ടും ആ സ്പീക്കർ മുണ്ടിയിട്ടില്ല. പുതിയ സ്പീക്കറാന്ന് മനസ്സിലാക്കണം. പഴയ സ്പീക്കറാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തകരാറുകൊണ്ട് വരുമല്ലോ. അത് ഈ സ്പീക്കറാണ്, ഒരു തകരാറും ഇല്ലാത്ത സ്പീക്കർ, മുണ്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ്, എന്റെ ഉസ്താദിന്റെ ഉസ്താദ് മൂപ്പര് കാണിച്ചു തന്ന മാതൃക ഉസ്താദന്മാർ ആദരിക്കലായിരുന്നു. ബഹുമാനപ്പെട്ടവർ കുത്തുബിത്തങ്ങളുടെ തോന്നുന്ന അവസരത്തിൽ
ബഹുമാനപ്പെട്ടവർ ഈ സദഖത്തുൽ ഉസ്താദിന്റെ അടുത്ത് സദഖത്തുൽ ഉസ്താദ് ഖുതുബി തങ്ങളുടെ അടുത്ത് ഓതുന്ന സമയത്ത് ഒരു സംഭവമുണ്ടായി. എന്ന് പറഞ്ഞാൽ ചെറിയ മമ്മൂട്ടി മുസ്ലിയാർ അല്ലെങ്കിൽ വലിയ ഏതോ ഒന്നാണ്, ചെറുതോ വലുതോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ചെറിയ മമ്മൂട്ടി മുസ്ലിയാരാണ് മൂപ്പർക്ക് തർക്കശാസ്ത്രത്തിലുള്ള ഖുതുബി എന്ന കിതാബ് മൂപ്പർക്ക് ഓതി കൊടുത്തത്. രണ്ടാമത് മുദരിസാകുന്ന ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളുടെ രണ്ടാമത്തെ മുദരിസാകുന്ന ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഉസ്താദായിരുന്നു. മമ്മൂട്ടി ഉസ്താദിന്റെ സോക്കേട് പിടിച്ച് മൂപ്പര് പുരക്കേക്ക് പോയി. അങ്ങനെ പുരക്കേക്ക് പോയിട്ട് മൂപ്പര് കിടപ്പിലായി. അപ്പൊ ഒരു പ്രാവശ്യം ഖുതുബി തങ്ങൾ ബഹുമാനപ്പെട്ട സദഖത്തുള്ളാനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, സദഖേനോട് ഭയങ്കര തൃപ്തിയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ സദഖനോടേ സംസാരിക്കുള്ളൂ എന്നതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച് ലാസ്റ്റിൽ നിർത്തുമ്പോൾ ഇനി ബാക്കി സദഖ പറയുന്ന, ബാക്കി ആരെ പേരും മൂപ്പര് പറയില്ല. അത്രയും വലിയ ഇഷ്ടമാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ളാനോട്. അങ്ങനെ ബഹുമാനപ്പെട്ട സദഖത്തുള്ളാനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെറിയ മമ്മൂട്ടി മോലാരുടെ അടുത്ത് ഓതുന്ന ഖുതുബി നീ ഇപ്പൊ എവിടെ നിന്ന് ഓതുന്നു? പറഞ്ഞു ഓതുന്നില്ല. എന്താ ഓതാത്ത? മൂപ്പര് വന്നിട്ട് സോക്കടൽ മാറി വന്നിട്ട് ഓതാം എന്ന് വിചാരിച്ചു. അപ്പൊ മൂപ്പര് ഖുതുബി തങ്ങൾ ചോദിച്ചു, സോക്കേട് മാറി വന്നിട്ടില്ലെങ്കിലോ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ ഓതുന്നില്ല എന്ന് വെക്കും. ഖുതുബി ഞാൻ വേറെ ആളെടുത്ത് ഓതുന്നില്ല എന്ന് വെക്കും എന്ന് ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളോട് പറഞ്ഞത് അത് എന്റെ ജീവിതത്തിലുള്ള ഒരു പൊരുത്തക്കേട്. അങ്ങനെ മൂപ്പര് ഖബറിനെടുക്കൽ ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾ മരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ ഖബറിൽ വന്നിട്ട് പൊട്ടിക്കരിയും. ഈ സംഭവം ഓർത്തിട്ട് എന്റെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു പോയല്ലോ, ഓതണ്ടാന്ന് വെക്കൂൻ, ആ വാക്ക് ശരിയല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പൊട്ടിയേതാക്കും കരയും. അപ്പൊ അത്രയും വലിയ ബഹുമാനമാണ് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളോട്. ഇനി ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾ നമ്മുടെ നാലാമത്തെ പിതാവ് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾ ലോകത്തിന് മുഴുവനും അറിയും. നിങ്ങൾക്കറിയോ ഖുതുബി എന്ന് പറഞ്ഞാൽ കൽക്കലത്തിന്റെ അക്ഷരം. കൽക്കലത്ത് കുത്തുബ് ജദി ഖിറാഅത്ത് അറിയുള്ളൂ. കുത്തുബ് ജദിലുള്ള 5 അക്ഷരങ്ങളാണ് കൽക്കലത്തിലുള്ള അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്ന് പറയുന്നു, ഫതഹ് കസ്ർ ദമ്മ് പോലോത്ത ഹർക്കത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഗണത്തിൽ ഉച്ചരിക്കേണ്ടതാണ് ഈ 5 അക്ഷരം. അപ്പൊ ഖാഫ് ത്വാ ബാ അങ്ങനെ ഉച്ചരിക്കേണ്ട ഒരു ഗാംഭീര്യമുള്ള ഒരു ഘനമുള്ള അക്ഷരമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഖുതുബി എന്ന് പറഞ്ഞാൽ തന്നെ ഗാംഭീര്യമുള്ള പണ്ഡിതൻ എന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നു. ഖുതുബി ഈ പേരിന്റെ കാരണം ഒന്ന് വിവരിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് ചാലിലകത്ത് അഹമ്മദായി ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുമ്പോൾ, ഓർമ്മ ശരിയാണെങ്കിൽ വാഴക്കാട് വെച്ച് ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുമ്പോൾ മൂപ്പരുടെ ചൊക്കടിക്കാരനായ ഒരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, എന്റെ മകളിന്റെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് സരസമായ ഭാഷയിൽ ഖുതുബി തങ്ങൾ പറഞ്ഞു, അതിനെന്തിപ്പോ പേടിക്കണ്ടേ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ ഇല്ലേ, കുറയില്ലേ, നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ കുറയില്ലേ, ഏതെങ്കിലും ഒന്ന് നമുക്ക് പുതിയാപ്പിളെ ആക്കാല്ലാം. മൂപ്പര് അങ്ങനെ ഒരു രസത്തിൽ മൂപ്പര് അങ്ങോട്ട് പറഞ്ഞു. ഈ ബാക്കി ഇയാൾ മുറുകെ പിടിച്ചിട്ട് ഏതാക്കി പള്ളിന്റെ മേലെ കയറി ഏതെങ്കിലും മൊയ്ലാറുണ്ടാ, നമുക്ക് പറ്റുന്ന മൊയ്ലാറുണ്ടാ. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുൽ മർഹൂം മുഹമ്മദ് ബിൻ അഹമ്മദ് ഖുതുബി തങ്ങൾ ഖുതുബി ഓതുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഖുതുബി എന്നൊരു കിതാബുണ്ട്, അത് ബുക്ക് സ്റ്റാളുകാർക്ക് അറിയും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. മീർ ഖുതുബി ബാൽ ഖുതുബി അല്ല, ബിൽ ഖുതുബി ഉണ്ടാകാം. അത് ചിലപ്പോൾ ബാൽ ഖുതുബി എന്നും വായിച്ചേക്കും. മീർ ഖുതുബിയും ഖുതുബിയൊക്കെ പഴയ കാലത്തേക്ക് ഓതുന്ന തർക്കശാസ്ത്രത്തിലുള്ള കിതാബാണ്. അപ്പൊ ഒരു വലിപ്പം ഇങ്ങനെ ഓതുന്നു. അപ്പൊ താഴത്തിറങ്ങിയിട്ട് പറഞ്ഞു, കുറെ കുട്ടികളെ മേലെയുണ്ട്, ആ ഖുതുബി ഓതുന്ന മൊയ്ലാരാണ് എനിക്ക് വേണ്ടത്. അപ്പൊ മൂപ്പര് ആകെ കുടുങ്ങി. കാരണം ഖുതുബി തങ്ങളുടെ ആരോടൊന്നും ചോദിക്കേണ്ടേ, ഇത് ഖുതുബി തങ്ങളുടെ വാപ്പയെല്ലാം ചെറുപ്പത്തിൽ മരിച്ചിരുന്നു, ചോദിക്കാതെ എങ്ങനെ ഖുതുബി തങ്ങളോട് പറയണ്ട. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർക്ക് ആ ഖുതുബി എന്നുള്ള പേര് വന്നത് അവിടെ നിന്ന്. എന്നിട്ട് നിങ്ങൾ നോക്കറോ, റബ്ബ് സുബ്ഹാനഹു വ തആല ഖാഫ് ത്വാ ബാ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ, ഗാംഭീര്യമുള്ള അക്ഷരങ്ങൾ, ഘനമുള്ള അക്ഷരങ്ങൾ, ആ ഹർക്കത്തില്ലെങ്കിലും ഘനത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങൾ ഗാംഭീര്യമുള്ള പണ്ഡിതൻ. മൂപ്പര് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂട്ടിയാൽ അതൊരു മസലയായിരിക്കും. വലഭാഗത്തേക്ക് നോക്കിയാൽ അതും ഒരു മസലയായിരിക്കും, ഇടഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതും ഒരു മസലയായിരിക്കും. ഞാൻ കണ്ടിരുന്നു, പക്ഷേ കൂടുതൽ
കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായമല്ലായിരുന്നു. എന്നാലും കണ്ടുകിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മുത്തുബിത്തങ്ങളുടെ അടുത്ത് ഞാൻ പോയപ്പോൾ കുട്ടിയസൻ ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സുന്നി യുവന സംഘത്തിന്റെ ആദ്യകാലത്തുള്ള സമസ്തയുടെ സുന്നി യുവന സംഘത്തിലുള്ള ആദ്യകാലത്തുള്ള സെക്രട്ടറി ആയിരുന്നു ഈ കുട്ടിയസൻ. എന്നിട്ട് ഈ മറ്റേ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഒരു തെരീക്കത്ത്, ഏത് തെരീക്കത്താത്, ഒരു തങ്ങളെ നക്സല്ലപ്പാ, ഒരു തെരീക്കത്തുണ്ടല്ലപ്പാ, നൂരിഷ തെരീക്കത്ത് പിഴച്ചതാണെന്ന് സംസ്ഥ പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഏതാക്കി എല്ലാവരോടും അതിൽ നിന്നിട്ടും ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറി. പക്ഷെ കുട്ടിയസനാക്കി ഏതായാലും ഒഴിവായില്ല. അങ്ങനെ സമസ്തയിൽ നിന്നൊരു മൂപ്പര് പുറത്താക്കിയിരുന്നു. അങ്ങനെ മൂപ്പരെല്ലാം ഉള്ള ഒരു സദസ്സിലായിരുന്നു ഞാൻ പോയത്. അന്ന് വളരെ ചെറുതാണ് ഞാൻ, മൂപ്പരെ ഉൾക്കൊള്ളാൻ മാത്രം പ്രായമില്ല. അപ്പൊ ആ മൂപ്പര് പറഞ്ഞെന്ന് ഒരു ബാക്കി ഞാൻ പറയുന്നു. അപ്പൊ കുട്ടിയസനാജി പറഞ്ഞു, ഏതായിരുന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരണം എന്ന് തങ്ങളോട് പറഞ്ഞപ്പോ അവിടെ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഞമ്മ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളല്ല. പക്ഷെ ചെറുപ്പത്തിലെ ഞമ്മക്ക് ഇങ്ങനെ പോക്കേണ്ട പണി കിട്ടിയ. പക്ഷെ കള്ള ശൈഖിന്റെ അടുത്ത് ഇതുവരെ പോയിട്ടില്ല. അത് അള്ളാഹു താല ഏതോ നല്ല ഉസ്താദന്മാർക്കത്തുകൊണ്ട് അള്ളാഹു താല അത് കാത്തിരുന്നു. കള്ള ശൈഖ് ആരാണെന്ന് അലിഫ് മുതൽ യാ വരെ നമുക്ക് തിരിയും. അപ്പൊ അങ്ങനെയെല്ലാം കൂടിയിട്ട് ബഹുമാനപ്പെട്ടവരെടുത്ത് പോയപ്പോൾ ഒരു ദിക്ർ ഞാൻ പറഞ്ഞിരുന്നു. ഈ മരിക്കാൻ ഘട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലി ശൈത്വാൻ വസയ്യിആത്തിൽ അഹ്ലാം വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഇത് മൂപ്പര വക്കത്ത് കിട്ടിയതാണ്. കുത്തുബിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവര് കുത്തുബി എന്ന അർത്ഥത്തെ വാക്കിലെ കൂടി മൂപ്പർക്ക് ഗാംഭീര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുത്തുബിയെ സംബന്ധിച്ചിടത്തോളം ഒരു കറാമത്തിന്റെ പണ്ഡിതനാണെന്ന് കുത്തുബിയെ കുറിച്ച് പറയാറുണ്ട്. എന്റെ വന്യരായ ഒരു സയ്യിദ്, ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പരുടെ അരുമ ശിഷ്യനാണ്, അരുമ ശിഷ്യനാണ്. അപ്പൊ പലതും മൂപ്പര വക്ക് നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കുത്തുബി കറാമത്തിന്റെ പണ്ഡിതനാണെന്ന് പറയാൻ കാരണം കുത്തുബിത്തങ്ങൾ ങ്ങളുടെ പിതാവ് അഹമ്മദ് എന്നാണ്. അവരുടെ പിതാവ് മൂന്നാമത്തെ പിതാവ്, അതായത് കുത്തുബിത്തങ്ങളുടെ രണ്ടാമത്തെ പിതാവ് മമ്പറത്തങ്ങളുടെ ഹാദിമായിരുന്നു. അങ്ങനെ മമ്പറത്തങ്ങളുടെ ഹാദിമായി മമ്പറത്തങ്ങൾ വഫാത്താകാനായപ്പോൾ മമ്പറത്തങ്ങളോട് പറഞ്ഞു, എന്റെ മകൻ ആലിമാവാൻ വേണ്ടി തങ്ങൾ ദ്വാർക്കണം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മേലോട്ട് നോക്കിയിട്ടാന്നല്ലോ അധികം പറയല് മമ്പറത്തങ്ങൾ. കുറെ സമയം ഇങ്ങനെ മേലോട്ട് നോക്കിട്ട് പറഞ്ഞു, നിന്റെ മോൻ ആലിമാവണം എന്താ, നിന്റെ മകന്റെ മകനായ പോരെ. അപ്പൊ മകന്റെ മകൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കുത്തുബി, മകൻ ആര്? അഹമ്മദ്. അപ്പൊ ഈ അഹമ്മദിന്റെ പിതാവാണ് പറയുന്നത്, എന്റെ മകൻ അഹമ്മദ് ആലിമാവാൻ വേണ്ടി തങ്ങൾ ദ്വാരക്കണം. അപ്പം പറഞ്ഞു, നിന്റെ മകന്റെ മകൻ ആലിമായാ മതി. അപ്പം മമ്പറത്ത് തങ്ങളുടെ സറഫാക്കപ്പെട്ട ലിസാന് കൊണ്ടുവന്ന കറാമത്തിന്റെ പണ്ഡിതൻ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ സമസ്തയിലേക്ക് കയറുന്നത്. സമസ്തയിൽ ബഹുമാനപ്പെട്ടവര് 25 പൈസന്റെ മെമ്പർ പോലുമായിട്ടില്ല. അതേ അവസരത്തിൽ പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാർ, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളുടെ ഈ ജാലുകളെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ നമ്മളത് തിരിയുള്ളൂ. നമ്മളെ കിബിറല്ല അവിടെ തീരുക. ഈ മഹാന്മാരെ കുറിച്ചൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സ്വന്തം കീശയിൽ നിന്നിട്ടും പൈസ എടുത്ത് ബസ്സിലും മറ്റൊക്കെ യാത്ര പോയിട്ട് സുന്നത്ത് ജമാഅത്തിനെയും സമസ്തയെയും ഉറപ്പിക്കുന്ന വിഷയത്തിൽ, എന്നതുപോലെ തന്നെ വഹാബികളോട് എതിർക്കുന്ന വിഷയത്തിലും, എന്നതുപോലെ തന്നെ വിദ്യാർത്ഥികാരോട് എതിർക്കുന്ന വിഷയത്തിലും വളരെയധികം മുൻപന്തിയിലായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ വഹാബികൾക്ക് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യമായിരുന്നു പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാരാണ് സമസ്തന്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളല്ല. ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളെല്ലാം മൂപ്പരോട് പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവര് സ്വയം അത് ഒഴിഞ്ഞ് പാങ്ങുകാരനിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പാങ്ങുകാരനായിരുന്നു ആദ്യമേ സമസ്തന്റെ പ്രസിഡന്റ്. ആലിമ്യങ്ങളെല്ലാം കൂടിയിട്ട് തങ്ങളെയാണ് ഏൽപ്പിച്ചതെങ്കിലും തങ്ങൾ അപ്പോൾ തന്നെ സ്വയം ഒഴിഞ്ഞ് പാങ്ങുകാരനിക്ക് കൊടുത്തു. അങ്ങനെ പാങ്ങ് അഹമ്മദ് ഊട്ടി മുസ്ലിയാർക്ക് സൂയില്ലാണ്ടായി. മൂപ്പര് കിടപ്പിലായപ്പോൾ വഹാബികൾക്ക് ചിരി വന്ന് അങ്ങനെ വഹാബികളെല്ലാം കൂടി പറഞ്ഞ് സമസ്ത ചത്ത്. അങ്ങനെ സമസ്തയെ കുറിച്ച് എതിരുകളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കുത്തുബിയത്തങ്ങളെ സംബന്ധിച്ച് എന്തെന്നില്ലാത്ത അസഭ്യങ്ങളും പറഞ്ഞപ്പോൾ കാര്യവട്ടം സമ്മേളനം, എനിക്കറിയില്ലട്ടാ, എന്നെ ജനിച്ചിട്ടൊന്നുമില്ല, ഇതെല്ലാം ഉസ്താമാരെ പക്കന്ന് കിട്ടിയതാണ്. കാര്യവട്ടം സമ്മേളനം സമസ്തയുടെ 16ാം വാർഷികമാണെന്ന് തോന്നുന്നു. കാര്യവട്ടം സമ്മേളനത്തിൽ ഇവരെ ഏതാക്കി മുനാദറയ്ക്ക് വേണ്ടി ഇവര് ക്ഷണിച്ചു. വഹാബികളെ മുനാദറയ്ക്ക് വേണ്ടിയിട്ട് ഏതാക്കി ക്ഷണിച്ചു. മുനാദറയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ മുനാദറയ്ക്ക് വരുന്നില്ല, കാരണം ഈ മുഹമ്മദ് കുത്തുബിയുള്ളെടുത്ത് അല്ലാഹുവിന്റെ ഗളബ് ഇറങ്ങും.
അള്ളാഹുവിന്റെ കളപറങ്ങുമ്പറുണ്ട് ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ അദ്ഭുതത്തിലാണെന്ന് യോഗം നടക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാം ലസ്ത മുഅ്മിനാ, സലാം പറയുന്ന ആളെ കുറിച്ച് നിങ്ങൾ മൂമിനല്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പ്രസംഗിച്ചിട്ട് ബാക്കി സദഖ പറയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ടവര് കറാമത്തിന്റെ പണ്ഡിതൻ എന്നതുപോലെ തന്നെ മരിക്കുന്നത് വരെ പണ്ഡിതന്മാര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മൂപ്പര് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അതിന്റെ കാര്യദർശി, അതിന്റെ ഉപദേഷ്ടാവ്, അവര് തീരുമാനിച്ച ഏത് തീരുമാനവും ബാത്തിലാക്കാനും അതേ പ്രകാരം അത് ഇല്ലാണ്ടാക്കാനും മൂപ്പർക്ക് അധികാരമുണ്ട്. അന്നലക്കായിരുന്നു ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ ജീവിച്ചത്. അപ്പൊ നമ്മുടെ ഈ പരമ്പരയിൽ ബഹുമാനപ്പെട്ട ശൈഖുൽ മർഹൂം മുഹമ്മദ് അഹമ്മദ് കുത്തുബിത്തങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. തങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ തങ്ങളുടെ ഹദ്ദാദിനെ എപ്പോഴും ഓർക്കുന്നു. തങ്ങളുടെ ഹദ്ദാദ് ഒരു പ്രത്യേകം ഹദ്ദാദാണല്ലോ. നമ്മൾ നേരത്തെ പ്രസംഗിച്ച ആരി കുഞ്ഞുമലർക്കാരുടെ നിക്കാഹിന് ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ വന്നിരുന്നു. അപ്പൊ ആ വന്നപ്പോ പുതിയാപ്പിളിയാളെല്ലാം കൂടിയിട്ടാക്കി വന്ന് പൊരന്റെ പുറത്ത് നിന്ന് അതേ അവസരത്തിൽ കുത്തുബിത്തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് തുടങ്ങിയിരിക്കുന്നു. ഹദ്ദാദ് തുടങ്ങിയാൽ തീരുന്നവരെ മൂപ്പര് മുമ്പൂല. മൂപ്പരുടെ ഹദ്ദാദിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ തന്നെ പള്ളിന്റെ ഓടുകളെല്ലാം പാറും. അത്രയും വലിയ ശബ്ദമാണ് മൂപ്പരുടെ ശബ്ദം. എന്നിട്ട് മൂപ്പര് ഹദ്ദാദിലങ്ങോട്ട് തുടങ്ങിയത് കൊണ്ട് ഉള്ളാളം തങ്ങൾ അടക്കമുള്ളവര് പുതിയാപ്പിള്ള കൂടിയുണ്ട്. എല്ലാവരും പുറത്ത് അങ്ങനെ തന്നെ പുതിയാപ്പള്ളി കൊണ്ട് പുറത്ത് ഹദ്ദാദ് തീരുന്നത് വരെ പുറത്ത് തന്നെ അവരേതാക്കി നിന്നു. ഹദ്ദാദ് കഴിഞ്ഞതിന് ശേഷം പുതിയാപ്പിള്ള. അത്രയും വലിയ ഇതാണ് ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണല്ലോ, നിക്കിരിക്കേണ്ട സമയത്ത് നിക്കിരിക്കുക എന്നതുപോലെ തന്നെ ചെല്ലേണ്ട സമയത്ത് ചെല്ല, ഓതുന്ന സമയത്ത് ഓതുക, പാടുന്ന സമയത്ത് പാടുക, ഓതുന്ന സമയത്ത് ഓതുക. ഇതാണല്ലോ ഉസ്താദന്മാരുടെ മാതൃക. അപ്പൊ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ ഹദ്ദാദ് തീരുന്നത് വരെക്കും അവരകത്തേക്ക് ഏതാക്കിയില്ല, പോയില്ല. ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഒരു കുത്തുബിത്തങ്ങൾ അന്നും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. കുത്തുബിത്തങ്ങളെ മറക്കാനാവൂല. അത്രയും വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ. എല്ലാ വിഷയത്തിലും എവിടെ പോകുമ്പോഴും മൂപ്പര് കയ്യിൽ ഫത്വൽ മീൻ ഉണ്ടാവും. മൂപ്പര് പറയും എല്ലാ മസ്അലയും ഫത്വൽ മീനിലുണ്ട് എന്നാ മൂപ്പര് പറയാം. എന്നതുപോലെ തന്നെ മുസന്നിഫിന്റെ മഖ്സൂദ് അനുസരിച്ച് ഓതിക്കൊടുക്കുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കുത്തുബിത്തങ്ങൾ മാത്രമായിരുന്നു എന്നെന്റെ ഒരു ഉസ്താദ് പറഞ്ഞു. മുസന്നിഫിന്റെ കിതാബ് ഉണ്ടാക്കി മുസന്നിഫിന്റെ ഉദ്ദേശം അനുസരിച്ച് ഓതിക്കൊടുക്കുന്നവർ വളരെയധികം കുറവാണ്. കുത്തുബിത്തങ്ങൾ അങ്ങനെയല്ല, എല്ലാ കിതാബുകളും മുസന്നിഫിന്റെ മഖ്സൂദ് അനുസരിച്ച് ഓതിക്കൊടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ പരമ്പരയിൽ കുത്തുബിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ സനദിനിക്ക് ഏറ്റവും വലിയ ആയതാണ്, ഒരു നേട്ടമാണ്. നമ്മുടെ കുത്തുബിത്തങ്ങൾ നമ്മുടെ സനദിൽ ഉണ്ടാകുക എന്നുള്ളതും എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി എന്നതുപോലെ തന്നെ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ ഇവരൊക്കെ നമ്മളെ സനദിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞവരുടെ മഖാമാത്തുകൾ 4 വിധത്തിലാണ് അവരെ മഖാമാത്തുകൾ. അപ്പൊ നമ്മൾ ഇന്നുള്ളതൊക്കെ ലഫ്ദിയായ ആലിമാണ്. എന്നപോലെ തന്നെ ഈ ജീപ്പിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ പലതും കേൾക്കുമല്ല. ജിബ്രീലിനെ പോലെ പുകഴ്ത്തി 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 ജിബ്രീലിനെക്കാണ് അപ്പുറമല്ലാക്കുമല്ല. ഇതങ്ങനെയല്ല, സാക്ഷാൽ ഹഖീഖി പണ്ഡിതൻ. ഇന്നുള്ളതൊക്കെ ലഫ്ദിയായ ആലിമീങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ ഔലിയാക്കന്മാരുടെ മഖാമാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൽമിന്റെ വിഷയത്തിൽ തന്നെ സഹാബത്തിന്റെ കൂട്ടത്തിലും അഗ്രഗണ്യരായിരിക്കുന്ന ആലിമ്യങ്ങളുണ്ട്. അവരെ കഴിച്ച് ബാക്കി കുറെ ശേഷമുള്ളവര് ഏറ്റവും വലിയ പണ്ഡിതൻ ആലിമ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ഈ 6 ആളാണ് ഇൻതഹാ ഇൽമു അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ 6. സഹാബത്തിന്റെ ഇൽമു മുഴുവനും ചെന്നെത്തുന്നത് 6 ആളിലേക്കാണ്. ആ 6 ആളെ പേരാണ് ഞാൻ പറഞ്ഞത്. അതിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ, ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന, ഉറക്കിൽ പോലും പലപ്പോഴും കണ്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മൂപ്പരെ കുറിച്ച് പറയാത്ത ഒരു സദസ്സും എനിക്കുണ്ടാവലില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ ഈ ഔലിയാക്കന്മാരുടെ മഖാമാത്ത് 4 മഖാമാത്താണ്. അൽ അവ്വലു ഖിലാഫത്തുൻ നുബുവ, നുബുവത്തിന്റെ ഖലീഫയാകുന്ന ഔലിയാക്കന്മാര്. രണ്ടാമത്തേത് ഖിലാഫത്തുർ റിസാല, റസൂൽ റിസാലത്തിന്റെ ഖലീഫയാകുന്ന ഔലിയാക്കന്മാര്. മൂന്നാമത്തേത് ഖിലാഫത്തു ഉലുൽ അസ്മ, ഉലുൽ അസ്മിന്റെ ഖലീഫയാകുന്ന ഔലിയാക്കന്മാര്. നാലാമത്തേത് ഖിലാഫു ഉലിൽ ഇസ്തിഫാ,
പ്രത്യേകം അല്ലാഹു തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര് അവരുടെ ഖലീഫ. അതിൽ ഈ ഖിലാഫത്തുൻ നുബുവ എന്ന് പറഞ്ഞത് അത് ആരിക്കാണ്? അത് ബഹുമാനപ്പെട്ട ഉലമായിക്കാണ്. അപ്പൊ ആലിമീങ്ങളെല്ലാം ഔലിയാക്കന്മാര് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇമാമുൽ അയിമ്മത്തി വൽ ഉമ്മ ഇമാം ശാഫി തങ്ങൾ പറഞ്ഞു, ഭൂലോകത്ത് ഔലിയാക്കന്മാര് ആലിമീങ്ങൾ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഭൂലോകത്ത് ഔലിയാക്കന്മാരില്ല. നമുക്കറിയുള്ള നമ്മളെ മദ്ഹബിന്റെ ഇമാമുകൾ 4 എന്നതുപോലെ തന്നെ ഖുലഫാ 4. നമ്മുടെ ഓരോന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഇവിടെ ചപ്പാരപ്പടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു സിദ്ധനുണ്ട്. ഷെയ്ഖ് എന്നൊന്നും പറയില്ല, കള്ള ഷെയ്ഖ് എന്ന് പറഞ്ഞ ഷെയ്ഖ് എന്നുള്ള ബാക്കിന് വില വെക്കാണ്ട് ഒരു സിദ്ധൻ, മഹാസിദ്ധൻ. ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവും സിദ്ധന്റെ ആള്. അപ്പൊ ഈ സിദ്ധന്റെ ഒരാള് നമ്മുടെ തിരുവട്ടൂരി ഖതീബായി. അപ്പൊ ഞാൻ ഫത്ഹുൽ മീൻ ഓതിയത് മുതൽ ഈ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഒരു 7 ഫാത്തിഹ, 7 ഖുൽ ഹുവല്ലാഹു അഹദ്, 7 മുഅവ്വിദത്തി ഖുൽ അഊദു ബിറബ്ബിൻ നാസിയും അല്ലാഹുമ്മ യാ ഗനി യാ ഹമീദ് യാ മുഈദ് യാ റഹീം യാ വദൂദ്. അന്ന് ഫത്ഹുൽ മീൻ ഓതിയ മുതൽ ഇന്ന് വരെ ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഇനിയും അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ അത് ബഹുമാനപ്പെട്ട ശൈഖ് നേതൃത്വത്തിൽ എവിടെ പള്ളി സ്ഥാപിക്കുന്നുണ്ടെങ്കിലും, പള്ളി നിർത്തുന്നുണ്ടെങ്കിലും, ജുമുഅ നിർത്തുന്നുണ്ടെങ്കിലും മൂപ്പരുടെ വസിയത്താണ് ഈ 7 ചെല്ലണോ. അങ്ങനെയെല്ലാം കൂടിയിട്ട് ഈ സിദ്ധം അപ്പൊ എന്റെ അമ്മൂസൻ CP ഉസ്താദ് ഇവിടെ അങ്ങനെ നടപ്പാക്കിയിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് ഞാൻ അറിയില്ല. അതിങ്ങനെ നടപ്പാക്കി. അപ്പൊ 4 അപ്പൊ ഓൻ ചോദിക്കുന്നുണ്ട് 4ന്റെ കണക്ക് 3 പറഞ്ഞു. സിദ്ധന്മാർക്ക് അങ്ങനെ തന്നെ വരിക. അപ്പൊ നമുക്ക് 4ൽ എന്തെല്ലാം ലക്ഷ്യമുണ്ട്? ഖുലഫാഉൽ അർബഅത്ത് 4, അയിമ്മത്തുൽ അർബഅത്ത് 4. എന്നാ അവരെല്ലാം ഓരോരുത്തരെ നമുക്ക് മാറ്റി നിർത്തണ്ടേ? എന്നിട്ട് ഇവൻ ഏതാക്കി ജനങ്ങളോട് പറഞ്ഞു 4 എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കില്ല, 3 മാത്രം ചെയ്യാം. അല്ലാഹുമ്മ യാ ഗനി യാ ഹമീദ് യാ മൗലി യാ മുഈദ് യാ റഹീം യാ വദൂദ് അഗ്നി ബിഹലാലിക ഹറാമിക വതആതിക മഅസിയതിക വദരിക. 3 മാത്രം ചെയ്യാ മതി. ഈ സിദ്ധന്റെ അനുയായി പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കത്തിൽ 4 അയിമ്മത്തുകൾ. ഇതെല്ലാം നമ്മളെ ഉപ്പാപ്പമാരൻ കേട്ടാ. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ ഇറാഖി 1. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട ഇമാം ദാറുൽ ഹിജ്റ മാലിക് തങ്ങൾ. മൂന്നാമത്തേത് ബഹുമാനപ്പെട്ട ഇമാമുൽ അയിമ്മത്തി വൽ ഉമ്മ ഇമാമുന ശാഫിഈ. നാലാമത്തേത് ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല. ഈ 4 ഇമാമികളും പണ്ഡിതന്മാരാണ്. അവര് ഖിലാഫത്തുൽ നുബുവത്തിന്റെ ഉടമകളാണ്. അവർ ഔലിയാക്കന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ കുറിച്ച് പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ഇരിക്കുന്ന ആ റൂമിന്റെ അരികിലേക്ക് കൂടി മൂപ്പര് പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു. എന്നിട്ട് മൂപ്പരെ ക്ഷണിച്ചു. മൂപ്പര് ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് മൂപ്പരെ ഇരുത്തി. അങ്ങനെ ഇരുത്തിയതിന് ശേഷം മൂപ്പര് താഴത്തെ അങ്ങോട്ട് ഇരുന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് പോയതിനു ശേഷം അവിടെയുള്ളവരോട് ചോദിച്ചു, ഈ പോയ ആളെ നിങ്ങൾക്കറിയോ? ഇതാരാണ് നിങ്ങൾക്കറിയോ? ഇതാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ ഇറാഖി. എന്നിട്ട് ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ പറയുന്നു, ലൗ ഖാല ഹാദിഹിൽ ഉസ്വാനത ദഹബൻ ലാ ലസാറത് കമാ ഖാല. ഈ കാണുന്ന തൂണ്, ഈ തൂണിനോട് ഈ പോയ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ ഇറാഖി ഈ തൂണിനോട് പൊന്നാവണം എന്നാവശ്യപ്പെട്ടാൽ അത് പൊന്നാവുന്ന സാറത്ത് കമാക്കാൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ അത് പൊന്നാവും. വലിയ പണ്ഡിതനാണല്ലോ ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട കുതുബിത്തങ്ങൾക്ക് കറാമത്തുണ്ട്, ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിന് കറാമത്തുണ്ട്, എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് സാലിലകത്ത് അഹ്മദ് ഹാജിക്ക് കറാമത്തുണ്ട്, എന്നതുപോലെ തന്നെ ബദ്രു മൗലിദിന്റെ മുസന്നിഫ് ബദ്ർ മൗലിദ് നമുക്കെല്ലാം സുപരിചിതമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എല്ലാവർക്കും കറാമത്തുണ്ട്. പണ്ഡിതന്മാർക്ക് മുഴുവനും കറാമത്തുണ്ട്. പക്ഷെ പണ്ഡിതന്മാര് ലഫ്ലിയായ പണ്ഡിതന്മാരാവാതെ ഹഖീഖി പണ്ഡിതന്മാരാവണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഒരു കറാമത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയാളുടെ പുരയിൽ ഒരു ഈത്തപ്പഴമരം ഉണ്ടായിരുന്നു.
ആ ഈത്തപ്പഴം മരം നട്ടിട്ട് കുറെ കൊല്ലമായി. ലം തുതിഉം ശൈഅൻ, ഒരു കായയും അതിൽ നിന്നുണ്ടായില്ല. മച്ചിപ്പെണ്ണ് എന്ന് പറയും പോലെ മച്ചിമരം. അപ്പൊ ഒരു വസ്തുവും അതേതാക്കിയില്ല, കായ്ച്ചില്ല. അങ്ങനെ ആയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ സാഹിബാകുന്ന ഇയാള് പറഞ്ഞു, എന്താ മൂപ്പരുടെ നഫ്സിൽ പറഞ്ഞു, ലാഹുദന്ന മിൻ അസരി ഇമാം, ഇമാമിന്റെ എന്തെങ്കിലും ഒരു അടയാളം ഞാൻ കയ്യിലേതാക്കുന്നു, പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ഫലം കാണിക്കാത്ത മരത്തിന്റെ മുകളിൽ ഞാൻ അതിനേതാക്കുന്നു, വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യൻ എന്താക്കി, ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി എഴുതിക്കൊണ്ടിരിക്കുന്ന കിതാബ്, എഴുതിക്കൊണ്ടിരിക്കുന്ന കലം, ആ കലമിനെ ബഹുമാനപ്പെട്ടവര് പിടിച്ചു. എന്നിട്ട് പിടിച്ചിട്ട് ഏതാക്കി, ബഹുമാനപ്പെട്ടവരുടെ ആ പേന, കിതാബ് എഴുതുന്ന പേന, ആ ഫലം കാണിക്കാത്ത, ആ കാരക്കം വരാത്ത, ഈത്തപ്പഴം വരാത്ത ആ മരത്തിന്റെ മുകളിൽ ബഹുമാനപ്പെട്ടവർ ഇതിനെ വെച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഹാദാ മിൻ അസരി ഇമാമിനാ അബീ ഹനീഫ, ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളുടെ കൈ തൊട്ട മൂപ്പരുടെ അസറിൽപ്പെട്ട സാധനമാണ്. വഖദ് ബാറക്ത യാ റബ്ബി, പടച്ചോനെ നീ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഫീ അബീ ഹനീഫത വമാ മസ്സഹു, അബീ ഹനീഫിനെ നീ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. വമാ മസ്സഹു, അബീ ഹനീഫ തങ്ങളെ തൊട്ട വസ്തുവിലെല്ലാം നീ ഏതാക്കിയിട്ടുണ്ട്, ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വഹാദൽ ഖലം ഖദ് മസ്സഹു, ഈ പേന ബഹുമാനപ്പെട്ടവർ തൊട്ട ഏതാണ് പേനയാണ്, അതുകൊണ്ട് മൂപ്പരതിനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വഖദ് വളഅതുഹു, ഈ ഫലം കാഴിക്കാത്ത, ഈത്തപ്പഴം കാഴിക്കാത്ത മരത്തിന്റെ മുകളിൽ ഞാൻ ഇതിനെ ഏതാക്കുന്നു, വെക്കുന്നു. അങ്ങനെ ഏതാക്കി. എന്നിട്ട് ഈ ഫലം കാണിക്കാത്ത ഈത്തപ്പഴ മരത്തിന് ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുമുണ്ട്, ബറക്കത്തുമുണ്ട്. മൂപ്പരുടെ കലമിന്റെ ബറക്കത്തുമുണ്ട്, മൂപ്പരുടെ കൈ തൊട്ട വസ്തുവിന്റെ ബറക്കത്തുമുണ്ട്. ഇതിനെ നീ ഏതാക്കണം, ഫലം കാണിക്കുന്നത് ആവണം എന്ന് മൂപ്പര് ദ്വാരന്ന് ഫാത്തിഹമത്ത്. എന്നിട്ട് ഏതാക്കി, ഫലം കാണിച്ചു, പേരത്ത് ഈത്തപ്പഴങ്ങൾ ഉണ്ടായി. എന്നിട്ട് സാധാരണ പിന്നെ ഈത്തപ്പഴ മരത്തിനൊന്നും ഇല്ലാതെ പേരിട്ട് ഈത്തപ്പഴങ്ങൾ ഏതാക്കി ചുമന്നു. എന്നിട്ട് പറയുന്നു, ഇതുപോലത്തെ ഒരു ഈത്തപ്പഴ മരവും കണ്ണുള്ള ആള് കണ്ടിട്ടില്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ കറാമത്തല്ലേ? അപ്പൊ പണ്ഡിതന്മാർക്ക് കറാമത്തുണ്ട്, പണ്ഡിതനാവണമെന്ന് മാത്രം. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ദാറുൽ ഹിജറ, ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദീനയിൽ 40 കൊല്ലം താമസിച്ചു. 40 കൊല്ലം താമസിച്ചു, ഒരു ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ആരംഭ റസൂല് കടക്കുന്ന മണ്ണാണ്, ഭൂമിയാണ്. അതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കൽ പൊരുത്തമല്ല, ചെരുപ്പിട്ട് നടന്നിട്ടില്ല. എന്നതുപോലെ തന്നെ വാഹനപ്പുറത്ത് മൂപ്പര് സഞ്ചരിച്ചിട്ടില്ല മദീനത്ത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല മൂപ്പരും ഏറ്റവും വലിയ കറാമത്തുള്ള ആളാണ്. അതായത് ഒരാൾ മരിച്ചു, ഒരു പെണ്ണുങ്ങൾ മരിച്ചു, ഒരു സ്ത്രീ മരിച്ചു. എന്നിട്ട് ആ മയ്യിത്ത് മരിച്ചതിന് ശേഷം ആ മയ്യിത്തിനെ കുറെ പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ട് കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കുളിപ്പിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ഇത് മാലിക് തങ്ങളുടെ കാലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ഈ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ഈ കുളിപ്പിക്കുന്ന ഗാസിലത്തിന്റെ കൈ ആ മരിച്ചുപോയ മയ്യിത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് ഒട്ടിപ്പോയി. കുളിപ്പിക്കുമ്പോൾ ആടെല്ലാം തടകണ്ടി വരുവാണ്. അപ്പൊ ഈ കൈ കുളിപ്പിക്കുന്ന ഗാസിലത്തിന്റെ കൈ ഈ ഗുഹ്യസ്ഥാനത്ത് ഇങ്ങനെ തന്നെ പെറ്റിപ്പോയി. അപ്പൊ എല്ലാം കൂടെ ചർച്ചയായി. പഴയ കാലത്ത് ചർച്ച നടന്ന പലതും, ഒന്ന് ലാമൂലൂതയില്ലെന്ന് ചെല്ലാൻ പാടില്ല, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ തഹ്ഖീഖ് നമ്മൾ എടുക്കുന്നുണ്ട്, ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് വലിയ കോലാഹലം സൃഷ്ടിച്ചതാണ്. അങ്ങനെ പല കോലാഹലങ്ങളും സൃഷ്ടിക്കും പോലെ ഈ വിഷയത്തിൽ അവിടെ ഏതാക്കി കോലാഹലം സൃഷ്ടിച്ചു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, ഒരു കൂട്ടർ പറഞ്ഞു ആ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈ കുത്തിക്കളയും, എന്നാലേ രക്ഷപ്പെട്ടു. മറ്റൊരു കൂട്ടർ പറഞ്ഞു അതല്ല, മയ്യത്തിന്റെ ഗുഹ്യ സ്ഥാനം അടിയിലേക്കൂടെ മുറിച്ചെടുക്കണം. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മാലിക് തങ്ങളോട് ഫത്വ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സലൂഹ മാദാ ഖാലത്, ഈ കുളിപ്പിക്കുന്ന പെണ്ണ് ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണം. ലമ്മാ വദഅത് യദഹാ അലൈഹാ, ആ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് അവളുടെ കൈ വെക്കുമ്പോൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നു ഇതിങ്ങനെ കുളിപ്പിക്കുന്നു, ഈ ഫർജ്
എത്ര കാലായി അല്ലാഹു തആലക്ക് തെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ മയ്യത്തിന്റെ ഈ കുഴിയ സ്ഥാനം ഇങ്ങനെ ഈ കുളിപ്പിക്കുമ്പോൾ തടകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എത്ര കാലമായി ഈ ഫർജ് തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് ചോദിക്കണമെന്നല്ലോ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ആ മരിച്ച മയ്യത്തിനെ കുറിച്ചുള്ള ഖദ്ഫാണ്. ഖുർആനിലെ ഖദ്ഫിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, 80 അടി അടിക്കാനൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ മയ്യത്തിനെ കുറിച്ച് അവള് പറഞ്ഞത് ഏതാണ്? ഖദ്ഫാണ്. അതുകൊണ്ട് 80 അടി അടിക്കണം, എന്നാ കൈ രക്ഷപ്പെടും. അങ്ങനെ 80 അടിയും കൊടുത്തപ്പോ തനിയൻ ഓട്ടോമാറ്റിക് ആയിരിക്കുക നമ്മളെ സ്ഥലശ്ശേരി തങ്ങളുടെ കുപ്പി പോലെ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തെനിയ 80 അടി അടിച്ചപ്പോ. ഇത് കറാമത്ത് തന്നെയല്ലേ, ബഹുമാനപ്പെട്ട മാലിക് തങ്ങളുടെ കറാമത്താണ്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെല്ലാം ആലിമീങ്ങളാ, പിന്നെ ഔലിയാക്കന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫി തങ്ങളുടെ കറാമത്ത്, എന്നതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കറാമത്ത്. അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കിയിരുന്നാൽ എത്രയോ ആലിമീങ്ങൾ, ഇവരുടെ മുഖല്ലിദീങ്ങളായ ആലിമീങ്ങൾ, അവർക്കെല്ലാം കറാമത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞിരുന്നാൽ ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കറാമത്തുകൾ നടന്നിരുന്നു. ഒരു കറാമത്ത് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങളുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് മരിക്കുന്നത് വരെക്കും ആ ഉസ്താദ് കാണിച്ചു തന്ന അതേ മാതൃകയിൽ തന്നെ പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കണം എന്ന് തോന്നണം. അതിനാണ് ഈ ദാറുൽ ഉലഫ എന്ന കോളേജ് ഉണ്ടാക്കിയത്. ഇപ്പം നമുക്ക് സാധാരണ ഉച്ചക്കത്തെ ചോറ്റിനും രാത്രിയത്തെ ഭക്ഷണത്തിനും രാവിലത്തെ നാസ്തക്കും അലാരം വേണ്ട, ബാങ്ക് വേണ്ട, ചൂളവിളി വേണ്ട. തെനിയെ അറിയില്ല. ഉച്ചക്ക് വണ്ടിയിലായിരുന്നാലും എവിടെയായിരുന്നാലും നമുക്ക് തെനിയെ തോന്നുന്നില്ല. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് തോന്നുന്നു, രാത്രിയത്തെ ഭക്ഷണത്തിന് തോന്നുന്നു. ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലാരം വെക്കാതെ, ബാങ്ക് കേൾക്കാതെ, ബാങ്കിന്റെ സമയമാകുമ്പോൾ ഇത് ബാങ്കിന്റെ സമയമാണ്, നിസ്കാരത്തിന്റെ സമയമാണെന്ന് അവനിക്ക് തോന്നണം. അതാണ് കാരണം. ഈ ദാറുൽ ഉലഫ കോളേജ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം തന്നെ അതാണ്. അതായത് വഖത്തിൽ നിസ്കരിക്കാൻ ബാങ്ക് കേട്ടിട്ടെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു സൽബോധം ഉണ്ടാക്കലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഖുത്ബി തങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തത്. ഇപ്പൊ ഖുത്ബി തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ. കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർക്ക് കുറെ റിസാലകളുണ്ട്. ഇന്നത്തെ മൊയ്ലാർക്ക് ആ റിസാല എന്താണെന്ന് തിരിയില്ല. വലത്തെ ഭാഗത്ത് ഇടത്തോട്ട് എഴുതിയ വെള്ളക്കടലാസിലുള്ള മഷി എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു അർത്ഥം വെക്കാൻ പോലും ഏതാവില്ല, കഴിയില്ല. അത്രയും സാരവത്തായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന റിസാലകൾ ബഹുമാനപ്പെട്ട കൈപ്പറ്റുണ്ട്. എന്നതുപോലെ തന്നെ കൈപ്പറ്റ എന്ന് പറഞ്ഞാൽ വളരെയധികം വിനയ സ്വഭാവമുള്ള സുബീക്ക് മൂപ്പരാണ് ബാങ്ക് കൊടുക്കുക. അത് പഴയ കാലത്തൊക്കെ 4 വാങ്ങന്നെ ഉണ്ടായത്. ഇന്നും ചില വെള്ളിയിൽ 4 വാങ്ങാണ്ടാകും. സുബി വാങ്ങ് അധികം ഉണ്ടാവില്ല. സുബി വാങ്ങിനൊന്നും മുക്കിരി കടന്നുറങ്ങും. ഇപ്പൊ ഞാൻ ചെറുതിൽ ഓതുമ്പോ മുക്കിരിക്ക കടന്നുറങ്ങലില്ല, മുക്കിരിക്ക ബാങ്ക് കൊടുത്തിട്ട് പോയിട്ട് ഉറങ്ങലാണ്. അപ്പൊ ഈ കാമത്ത് കൊടുക്കുന്ന അധ്യാപന ജോലി എനിക്കാണ്. അന്നേരം ഉസ്താദിന്റെ ഒരു മുഖറബായി അന്ന് വളർന്നു. അപ്പൊ ഞാൻ ഇക്കാമത്ത് കൊടുക്കും, ഉസ്താദ് നിസ്കരിക്കും. തത്തീബ് അങ്ങനെ ഉറങ്ങും. പിന്നെ ഉസ്താദ് നിസ്കരിക്കും, ഞാൻ ഇക്കാമത്ത്. അങ്ങനെയാണ് നമ്മളെ പഠിച്ച ഉസ്താദ്മാരെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഏതാക്കുന്നത് പഠിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ അൽഫിയൽ ഊതിയവരാണല്ലോ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ബാഉ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ. എന്താ നിങ്ങൾക്ക് അർത്ഥം വെക്കുക? അതാ പറഞ്ഞ ബഹുമാനപ്പെട്ട നല്ല കാര്യമായ മുഹക്കിങ്ങളുടെ അടുത്ത് 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ ബഹുമാനികളുടെ അടുത്തും മുഹക്കിങ്ങളുടെ അടുത്തും. അപ്പൊ അൽ ബാഉ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ പറയപ്പെടാത്ത ആമിലോട് കെട്ടിപ്പെട്ടതാണ്. അപ്പൊ ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർക്ക് അൽഫിയ ഊതി കൊടുക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു അൽ ബാഉ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ. കളയപ്പെട്ട ആമിൽ എന്ന് പറയരുത്. കളയപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് കളയുന്ന എനിക്കല്ലേ കളയപ്പെട്ടതെന്ന് പറയാ. ഇത് ആദ്യമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അൽ ബാഉ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ പറയപ്പെടാത്ത ആമിലോട് കെട്ടുപെട്ടതാണെന്ന് മായന വെക്കണം ബീരാൻകുട്ടി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉസ്താദന്മാരെല്ലാം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർക്ക് മഹല്യക്ക് 4 കൊല്ലം. ഇന്ന് മഹല്യ ഓതലേ ഇല്ല, എന്നിട്ട് പിന്നെ കൊല്ലം പറയില്ലേ. അപ്പൊ മഹല്യ 4 കൊല്ലം സാധാരണ. മൂപ്പരെടുക്കല് 8 കൊല്ലാണ്. അപ്പൊ 8 കൊല്ലം തന്നെ ഒരു ജുസീനിക്ക്, 1-ാം ജുസീനിക്ക് 2 കൊല്ലത്തോളം മൂപ്പര് എന്തെങ്കിലും വിഷയം പറയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേറെ ആരെങ്കിലും കഥ പറയലല്ല, കിതാബുമായി ബന്ധപ്പെട്ട സുറൂഹാത്തുകൾ തന്നെയാണ് മൂപ്പര് പറയുന്നത്. 8 കൊല്ലം.
എന്നിട്ട് ഈ ബീരാൻകുട്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ, ഞാൻ സാധാരണ പറയുന്നത് ഇൻസാൻ കാമിലായ ഇൻസാനാണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് പനങ്ങാട്ടൂർ ബാപ്പുവിലർക്ക, ഒന്ന് ബീരാൻകുട്ടിയിലർക്കാന്ന് സാധാരണ പറയാറ്. എന്റെ ബീരാൻകുട്ടിയിലർക്കാർക്ക് ഒരു പ്രാവശ്യം നിസ്കാരത്തിൽ, അതായത് റുക്കൂഴിലും സുജൂദിലും കൈ ഇങ്ങനെ അകത്തിയിട്ടാണോ വെക്കേണ്ടത് അല്ല ഇങ്ങനെയാണോ വെക്കേണ്ടത്? നമ്മളിപ്പോ എങ്ങനെ വെക്കുമല്ല, എങ്ങനെ വെച്ചാലും ഒരു ഭാഗത്തേക്ക് കൂടി നിസ്കാരം ബാത്തിലാകുന്നുണ്ടെന്ന് മാത്രം, അനക്കം കൂടുമ്പോൾ നിസ്കാരം ബാത്തിലാവുമല്ലോ. അപ്പൊ ഇങ്ങനെയാണോ വെക്കേണ്ടത് ഇങ്ങനെയാണോ വെക്കേണ്ടത് മൂപ്പർക്ക് ഒരു സംശയം. എങ്ങനെയാണ് വെക്കേണ്ടത്? നമ്മളെ കുറച്ച് അകറ്റിയിട്ടല്ലേ വെക്കേണ്ടത്, കൂട്ടി വെക്കേണ്ടത് ിലുള്ളത് പെണ്ണ് കൂട്ടി വെക്കണം, പുരുഷന്മാരിങ്ങനെ അകറ്റി വെക്കണം. മൂപ്പർക്ക് കുട്ടികൾ ചോദിച്ചപ്പോ മൂപ്പർക്ക് സംശയം വന്നു. അങ്ങനെ ചിലപ്പോൾ വലിയ സംശയങ്ങളൊക്കെ വരികയുള്ളൂ. അപ്പം അലിഫ് എന്ന് പറഞ്ഞിട്ട് അൽഫ് എന്ന് വായന വെച്ചിരുന്നു മഞ്ചേരി അദ്രാംസിലെ. മഞ്ചേരി അദ്രാംസിലെ ഏറ്റവും വലിയ ഫഖീഹാണ് ജലാലൈനി ബി അലിഫി വദൂനിഹാ. അലിഫ് കൊണ്ടും ഖിറാഅത്തിന്റെ അലിഫ് ഇല്ലാതെയും ഖിറാഅത്തിന്റെ അവിടെ മൂപ്പർ അലിഫിന് 1000 വായന വെച്ചു. 1000 വായന വെച്ചിട്ട് മൂപ്പർ ഇങ്ങനെ വയലാണ്. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കുമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചോദിച്ചപ്പോൾ എങ്ങനെ വെക്കേണ്ടത് തിരിയുന്നില്ല. അപ്പം തന്നെ ബഹുമാനപ്പെട്ടവർ ചൊക്കുടിയിലേക്ക് പോയി. ചൊക്കുടിയിലേക്ക് പോയപ്പോൾ കുത്തിപ്പിത്തങ്ങൾ ചോദിച്ചു, എന്താ ബീരാൻകുട്ടി വന്നത്? ഒന്നുമില്ല, അവരെ കാണാൻ വേണ്ടി വന്നാന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ളുഹ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷം മൂപ്പരെ കൂടെ നിക്കിരിച്ചു. മൂപ്പരെങ്ങനെ കൈവെക്കുന്നതെന്ന് നോക്കി. എന്നിട്ട് മൂപ്പരെ ഏതാക്കി മൂപ്പരുടെ കൊടയും പടിയും എടുത്തിട്ട് മൂപ്പര് തിരിച്ചു പോകും. ഉസ്താദ് എന്താ ചെയ്യുന്നത്? കുത്തുബിത്തങ്ങൾ എന്നാ അതന്നെ നമ്മുടെ ഇസ്ലാം. മമ്മിക്കുട്ടി ഉസ്താദ് എങ്ങനെയാണ്? അതാണ് എന്റെ ഇസ്ലാം. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി, നിങ്ങൾ ഇസ്ലാം ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞമ്മക്ക് സനത് തരാണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സനത് എന്നല്ലാതെ നിങ്ങൾ സനദിന് അർഹരാണെന്നോ ഞാൻ കൊടുക്കാൻ അർഹനാണോ എന്നുള്ള നിലക്കൊന്നും തന്നതേ അല്ല. നിങ്ങൾ ഇനിയെങ്കിലും നന്നാവണം. ശൈഖ് സാധാരണ അവിടെ നിന്ന് ബാക്കിയാത്തുന്ന വാസായി ഒരു മൂപ്പര് പറയാനുണ്ട്, നിങ്ങൾക്ക് ഇൽമ് സുലുസേ ഉള്ളൂ. അതായത് ഇൽമിന് 3 ഓഹരി വെച്ചാൽ 1 ഓഹരി മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ബാക്കി നിങ്ങൾ മുത്താലഅ കൊണ്ടും തദ്രീസ് കൊണ്ടും ബാക്കിയുള്ള 2 ഭാഗത്തിനെ ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖ് സനദ് പറയാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഈ സനദിലുള്ള ആൾക്കാർ മുഴുവനും എല്ലാ വിഷയവും. അപ്പൊ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദാറുൽ ഉനഫ എന്നുള്ള അറബി കോളേജ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കലാണ് മസ്ലഹത്തെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ആമീൻ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറയാൻ ചെന്നാൽ ഈ കഴിഞ്ഞ സനദ് യോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോകത്തിന്റെ നന്മ, ലോകം നന്നാവൽ 4 ആളുടെ കയ്യിലുണ്ട്, ലോകം ഫസാദാവൽ 4 ആളുടെ കൈകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. നിങ്ങളോട് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ഇപ്പൊ കള്ളശൈഖന്മാർ കുറെ കൂടുതലുള്ള കാലം, അതുകൊണ്ട് കള്ളശൈഖന്മാരുടെ ഷർറിലും എന്നതുപോലെ തന്നെ അവരുടെ CD എല്ലാം കണ്ടിട്ട് അവരുടെ ഷർറിൽ പെട്ടുപോകരുത്. ഇവിടെയുള്ള എല്ലാവരും എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ പറയുന്നു, കള്ളത്തരീക്കത്തിൽ പെട്ടുപോകരുത്, കള്ളസിദ്ധന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് നിങ്ങൾ ഉണർത്തുന്നു. അപ്പൊ ഈ 4 ആള് കാര്യം പറയുമ്പോൾ അതിന് ഈ കള്ളശൈഖും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ഇടയിലും ഇങ്ങനെ പ്രഭാഷണവും അത് ഇതൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നും, ഈയിടെ ഒരാളോട് പറഞ്ഞു നൗഷാദ് ഹസീന്റെ കേട്ടു ശരിയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ ഒരാൾ പറഞ്ഞത് അങ്ങനെയല്ല മനുഷ്യൻ പെടുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ശൈഖ് എന്ന പദത്തിലുള്ള 3 അക്ഷരങ്ങൾ, ഒന്ന് ഷീന്, മറ്റൊന്ന് യാ, മറ്റൊന്ന് ഹാ. ഈ 3 അക്ഷരം ശൈഖിനിക്കുണ്ടാവേണ്ട 3 വിശേഷതയിലേക്ക് ഉണർത്തുന്നു. ആ 3 വിശേഷതയിൽ അരവിശേഷത പോലും ഇന്നത്തെ ശൈഖിനില്ല. ചില ശൈഖന്മാർ ഈയിടെ ഒരാൾ ഈ ഭാഗത്തുള്ള ഒരാൾ പറഞ്ഞു, ഇന്നും അല്ല കേൾക്കുന്നതെന്നറിയില്ല, ഇന്നും ഹറമിൽ പോയി 5 വഖ്ത് നിൽക്കിരിക്കുന്ന ആൾക്കാർ ഇന്നുകൊണ്ട് മൂക്കത്ത് കൈവച്ചിട്ട് അതിശയത്തിൽ പറയുന്നു, ഇന്നും ആ ഹറമിൽ പോയി 5 വഖ്ത് ജമാഅത്തായിട്ട് ഹറമിൽ പോയി നിൽക്കിരിക്കുക ആ ആള് ഇന്നുകൊണ്ട്. ആരെ കുറിച്ചാ പറയുന്നത്? ചപ്പാരപ്പടവ് സിദ്ധിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ചപ്പാരപ്പടവ് സിദ്ധൻ പേടിക്കാനൊന്നുമില്ല. ചപ്പാരപ്പടവ് ഓൻ കണ്ണൂർ ജില്ലയിൽ വെച്ച് ഏറ്റവും മുഖ്യ ശത്രു ഞാനാണെന്നോ പ്രഖ്യാപിച്ചിരുന്നു. പേടിയില്ല. പിന്നെന്താ ചെയ്യല്? അപ്പൊ ആരെ കൊണ്ടോ താങ്ങണ്ടല്ലോ, ആരെ കൊണ്ടോ ബാത്തിലാക്കാം. അപ്പൊ ഇവനെന്താക്കി ഉംറക്ക് പോകും. എല്ലാം കച്ചവടം തന്നെയാണല്ലോ. ഉംറക്ക് പോകുമ്പോ
ഷെയ്ഖാൻ അമീർ എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാര് 100 ആൾക്കാരാണ്. ഷെയ്ഖിന്റെ കൂടെ പോകാൻ ഏറ്റവും വലിയ പുണ്യാണല്ലോ. അപ്പൊ 5 വക്തും ഹറമെന്ന് നിൽക്കിയിരിക്കുന്ന ആളാണ്. മൂപ്പർക്ക് ഇനോവ കാറ് വേണ്ട, അത് പ്ലെയിൻ വേണ്ട, ഒന്നും മൂപ്പർക്ക് വേണ്ടല്ല. അപ്പൊ എല്ലാം കൂടെ എല്ലാരും മൂപ്പരുണ്ട് എന്നാണ് കൂട്ടിയിട്ട് എല്ലാം 100 ആള് മൂപ്പരപ്പനും കൂടിയതിനു ശേഷം മൂപ്പരെന്ത് പറഞ്ഞെന്നറിയോ? അല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ മൂപ്പരെന്തായി നമ്മളെ കണക്ക് പ്രകാരം എന്താ പറയണ്ടത്? ഞാൻ അവിടെ ഉണ്ടാവും, ഹറമിൽ ഞാൻ ഉണ്ടാവും, നിങ്ങൾ അവിടത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ല. മൂപ്പര് 5 വക്തോട് നിൽക്കിയിരിക്കുന്ന ആളല്ലേ. മൂപ്പര് പാസ്പോർട്ട് എല്ലാരും അറിയില്ല അവിടെ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചങ്കളായി ഔലിയാന്റെ കഥ പറഞ്ഞപ്പോ ഏതോ ഒരുത്തൻ പറഞ്ഞു അവനെ പിടിക്കുമോനോട് നമ്മൾ ചോദ്യം ചെയ്തു. ഇവരാരും വന്നിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഇനി ചോദ്യം ചെയ്യാൻ വരട്ടെ എന്നാലും നമ്മൾ പറയുമല്ല. അപ്പൊ അങ്ങനെയെല്ലാം കൂടി ഇവൻ എന്താ പറഞ്ഞതറിയോ? ഇവൻ അവരോട് പറഞ്ഞു എല്ലാവരും എയർപോർട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് പോയി. 5 വക്ത് ഹറമെന്ന് നിസ്കരിക്കുന്ന ആളാണ്. ചിലപ്പോൾ നിങ്ങളെ കൂട്ടത്തിലും ഉണ്ടാവും ഹറമെന്ന് നിസ്കരിക്കുന്ന ഇയാൾ. എയർപോർട്ടിൽ 2 ദിവസം അവിടെ അപ്പൊ ഈ 5 വക്ത് ഹറമെന്ന് നിസ്കരിക്കുന്ന ആളാ അവിടെ 2 ദിവസം പിടിച്ചു വെച്ച് പാസ്പോർട്ടിൽ തയ്യാറുള്ളതുകൊണ്ട് ഇതാരും അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്നെ പോലെ തോന്നിക്ക് അതെല്ലാം വിവരം തരുന്ന ആൾ 100 കണക്കിലുണ്ട്. എന്ന പോലെ തന്നെ മൂപ്പര് 24 ഷർത്ത് സാധാരണ ഫിഖ്ഹിന്റെ കിതാബിൽ ഒരു ശൈഖിനിക്കുണ്ടാവേണ്ട ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിൽ 24 ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിൽ അവന്റെ മുരീദന്മാരുടെ മുതലിനെ കുറിച്ച് അവനിക്ക് ഇച്ഛയുണ്ടാവാൻ പാടില്ല. സകലൂനും കിട്ടിയതിൽ ആടെ കൊണ്ടുകൊടുക്കുന്നത് ഓനിക്കാ കൊണ്ടുകൊടുക്കുന്നത്. എന്നിട്ട് ആടെ എഴുതി വെച്ചിന് മൂപ്പര റൂമിനെടുത്ത്, ഇരുട്ട് റൂമാന്ന് മനസ്സിലാക്കണം. സാധാരണ റൂമല്ല, കക്കടിപ്പുറത്തിനടുത്ത് നമ്മൾ പോയിരുന്നു, ശാപനങ്ങാടിനടുത്ത് പോയിരുന്നു, ശാവക്കാണി പുത്തടുത്ത് പോയിരുന്നു, വലിയ വലിയ ആളെടുത്തെല്ലാം പോയിരുന്നു. ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹി ഇസ്ലാമിനെ നേരിട്ട് കണ്ട് മൂപ്പരുമായി ബന്ധപ്പെട്ട ആളെടുത്ത് ഞാൻ പോയിരുന്നു. ഇവരൊന്നും ഇരുട്ട് റൂമിലല്ല. അപ്പൊ നമ്മളെ പഴയ സമസ്തന്റെ പ്രസിഡന്റ് ജിബിലി തങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഓന്റെ റൂം തങ്ങളെ അത് ഇരുട്ട് റൂമാണ്, അതുകൊണ്ട് പൂജ സാധനമുണ്ടോ എന്ന് പരിശോധിക്കണം. പൂജ ഹിന്ദുക്കൾ പൂജ സാധനമുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇരുട്ട് റൂമിലാണ്. അപ്പൊ ഈ റൂമിന്റെ പുറത്തുണ്ടാ എഴുതി വെച്ചറിയോ? പിന്നെ ദുനിയാവ് പറയുന്ന ആളാരും അതിപ്പോ സാധാരണ അത്ര കുപ്പിയില് സ്പിരിറ്റ് കൂട്ടുന്നതും ഉണ്ട്, കൂട്ടാത്തതും ഉണ്ട്. അപ്പൊ സ്പിരിറ്റ് കൂട്ടാത്തതാണെന്ന് കുപ്പിയിൽ എഴുതിയിരുന്നാൽ അപ്പൊ മനസ്സിലായിക്കൊണ്ടതിന് സ്പിരിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ദുനിയാവ് പറയുന്ന ആൾ ഇവിടെ വരണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ സറിൽ പകരുത്. ശൈഖ് എന്ന് പറഞ്ഞ പദത്തിലുള്ള 3 അക്ഷരം ഷീൻ എന്തിന്റെ മേലറിയിക്കുന്നു? ശൈത്താൻ. ശൈത്താനിലുള്ള ഷീനാണ് ശൈഖിലുള്ള ഷീൻ. യാ എന്ന് പറഞ്ഞ യാ ഇലാഹി, ഇലാഹി അന്ത മഖ്സൂദി വരിദാക മത്ലൂബി. യാ ഇലാഹിന്റെ ഷോർട്ടാണ് യാ. വെല്ലത്തിന് ഒരു ഷോർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഒരു കിതാബും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. അതിൽ അഭിജദിനെ കുറിച്ചും അതിന്റെ ഇതിനെ കുറിച്ചുള്ള കണക്കെല്ലാം ഞാൻ വിവരിച്ചുകൊണ്ട് ഒരു കിതാബ് ഞാൻ അടുത്ത് എഴുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെയെല്ലാം കൂടി പിന്നെ ഈ യാ എന്നുള്ളത് യാ ഇലാഹിന്റെ ഷോർട്ട്. ഇപ്പൊ എന്റേത് പി എന്നാ പറയാ. ഇപ്പൊ എല്ലാവരും പി എ എന്ന് പറയാം. പി എന്ന് പറഞ്ഞാൽ പുൾക്കൂൽ എന്ന് പറഞ്ഞാൽ ആശാരി വളപ്പിൽ. അപ്പൊ പുൾക്കൂൽ ആശാരി വളപ്പിൽ നിന്നാണ് എന്റെ പുള്ള് എന്നതുപോലെ യാ ഇലാഹി ശൈത്വാൻ എന്ന് പറഞ്ഞ ഖൗഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാചിനെയെല്ലാം തട്ടിമാറ്റി യാ ഇലാഹിന്റെ ആളായി പേടിയോടുകൂടെ ജീവിക്കുന്ന ആള്. ഇവർക്ക് കുറെ ബ്രോക്കർമാരുണ്ട്. ഓരോ സ്ഥലത്തും ബ്രോക്കർമാർ കൊടുത്താൽ മതിയല്ല. ബ്രോക്കർമാർ പറയും കുറെ കറാമത്തുകളെല്ലാം ഇങ്ങനെ പറയും. ഇപ്പൊ കറാമത്ത് തന്നെ, ഇപ്പൊ ഈ ഇബ്നു ഹജർ തങ്ങളുടെ കറാമത്തോ അല്ലെങ്കിൽ കുത്തിബിത്തങ്ങളുടെ കറാമത്തോ ഒന്നും പ്രശ്നമല്ല. ഇത് കറാമത്ത് പടച്ചുണ്ടാക്കുന്നവരുണ്ട്, എന്നിട്ട് അതിന് കുറെ പെട്ടുപോയവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, സാധാരണ ഒരു ശൈഖിനിക്ക് ഉണ്ടാവേണ്ട ഒരു വാക്ക് പോലും ഇന്ന് കാണുന്ന ശൈഖന്മാരിലില്ല. അത് യൂസുഫ് ശൈത്താനായാലും സ്പീക്കർ കിട്ടുമ്പോൾ പറയും. യൂസുഫ് സുൽത്താൻ മിഞ്ഞാന്നാന്റെ കാസർഗോഡ് വന്നിട്ട് ഭയങ്കര പ്രസംഗിച്ചെന്നെല്ലാം പറയുന്നിട്ടിരുന്നു. വെല്ലുവിളിക്കുമല്ലോ. ഇപ്പൊ എന്റെ ഒരു ചെറിയ മോനുണ്ട് സദഖത്തുക, ഓനിങ്ങനെ ആക്കിയിട്ട് പറയും വരുന്നാടാ ആര് വരുന്നു കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പറയുന്നുണ്ട്. എന്ന പോലെ സ്പീക്കർ കിട്ടുമ്പോ എന്തും പറയാല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കസീറു സുന്ന എന്നതുപോലെ തന്നെ കൂടുതൽ സുന്നത്ത് വർദ്ധിപ്പിക്കുന്ന ആളാവണം ശൈഖ്. സിദ്ധനല്ല. ശൈഖിനിക്കുണ്ടാവേണ്ട സവിശേഷത 24 ഞാൻ പറയുന്നില്ല, 4 ആ 4 എന്താ?
അപ്പൊ കസീറു സുന്ന, കൂടുതൽ സുന്നത്ത് അധികരിപ്പിക്കുന്ന ആളാവണം. ഫർളായ അമലിന് പുറമെ കൂടുതൽ സുന്നത്ത്. നിങ്ങൾക്ക് അബൂബക്കർ ശിബിരിന്റെ കഥയറി. ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിരി ജനങ്ങളെടുക്കൽ ഒരു ഭ്രാന്തനായി കാണപ്പെട്ട അബൂബക്കർ ശിബിരി റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ഖാദിമ് പറയുന്നു, അബൂബക്കർ ശിബിരി മരിക്കാനായി. നീണ്ട ചരിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അബൂബക്കർ ശിബിരി മരിക്കാറായപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് ഒതുകൊടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഒതുകൊടുത്തിട്ട് മരിക്കല് ഏറ്റവും പുണ്യമുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ഇബ്നുൽ കുതുബ് എന്ന പേരിൽ അറിയപ്പെടുന്ന 500-600ഓളം കിതാബുകൾ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുറഹ്മാൻ സുയൂത്തി തങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ നമ്മുടെ ഈ തഫ്സീർ ജലാലൈനിന്റെ ഒരു മുഫസ്സിറാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? കൂടുതൽ സുന്നത്ത് അധികരിപ്പിക്കണം. ഫർദിന് പുറമെ കൂടുതൽ സുന്നത്തുകൾ ഏതാക്കണം ചെയ്യുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ശിബിരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിബിരി തങ്ങൾ മരിക്കാറായപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒതുകൊടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിൽ സുന്നത്ത് തങ്ങൾ പറയാൻ കാരണം എന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഒരു ഖദിയാണ്. അതിന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ആരംഭ റസൂൽ വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതേ അവസരം മൂപ്പർ ഇറങ്ങും. ഉദു കൊടുത്ത് മരിക്കുന്ന മയ്യത്ത്, ഉദു കൊടുത്തിട്ട് മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകണം. ബഹുമാനപ്പെട്ടവരുടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നൽകി മരിക്കണം. അപ്പൊ ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ ഏതാക്കും ഇറങ്ങുന്നു. അപ്പൊ ഉദു കൊടുത്ത് മരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് ആഗ്രഹമായി മൂപ്പരുടെ ശിഷ്യരോട് പറഞ്ഞു ഉദു കൊടുക്കണമെന്ന്. അങ്ങനെ മുഖം കഴുകും. മുഖം കഴുകും ഈ സാധാരണ തിങ്ങിയ താടി, എന്റെ താടിയൊക്കെ തിങ്ങിയ താടിയാണ്. തിങ്ങിയ താടി ചിക്കരുത്തൽ സുന്നത്താണ്. അതായത് മൂപ്പരുടെ നാവെല്ലാം ശരിക്കും ഉച്ചരിക്കാൻ കഴിയുന്നില്ല, ആ നിലക്കാണ്. മുഖം കൈ കഴുകാനായപ്പോ ഇങ്ങനെ താടി ചിക്കരുത്തുക എന്നുള്ള സുന്നത്ത് ഈ ഒതു കൊടുപ്പിക്കുന്ന ആള് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ കൈ പിടിച്ച് താടിന്റെ ഇടയിലേക്കൂടി ഇങ്ങനെ ഏതാക്കി ബഹുമാനപ്പെട്ടവർ വാർന്നു. സുന്നത്ത് കണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ വല്ല സുന്നത്തിലും ചെയ്യും. അപ്പൊ കസീറു സുന്നത്തി, സുന്നത്ത് കൂടുതൽ അധികരിപ്പിക്കുക. ഇത് സാധാരണ ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട 4 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ആരോടും അയാൾക്ക് അസൂയയില്ലാതിരിക്കാൻ, അയാളുടെ ഹൃദയം എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു തെറ്റായ വിചാരവും അവരുടെ മനസ്സിൽ ഏതാക്കാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. എന്നതുപോലെ തന്നെ ദുനിയാവിനോട് ഉറപ്പുവേണം. നമ്മളെ കക്കടിപ്പുറത്തിന്റെ കാര്യം ഇതമ്മ പറഞ്ഞല്ലേ? ബഹുമാനപ്പെട്ട കക്കടിപ്പുറം നമ്മുടെ പല നിലക്കുള്ള ഷെയ്ഖ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ ഈ കറണ്ടെല്ലാം വരാതെ കാലത്ത് മൂപ്പരുടെ മജ്ലിസു ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ചെറിയ ചെറ്റക്കു അവിടെ വെച്ചാണ് മൂപ്പര് ദിക്റൊക്കെ ചെല്ലാറ്. എന്നിട്ട് ആരോ പറഞ്ഞു കറണ്ടെല്ലാം പറഞ്ഞിട്ട് നമുക്ക് സാധാരണ ഒരു ബൾബ് അല്ലെങ്കിൽ 2 ബൾബ് അല്ലെങ്കിൽ 3 ബൾബ് സംഘടിപ്പിക്കാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഒറ്റ പൈസ മൂപ്പര് വാങ്ങലുമില്ലല്ല. നമ്മൾ അറിഞ്ഞിട്ട് എത്ര വാങ്ങും, അറിയാതെ എത്ര വാങ്ങും നമ്മൾ. മൂപ്പര് ഒരൊറ്റ പൈസമാരോടും വാങ്ങാനില്ല. എന്നിട്ട് നിർബന്ധിച്ചപ്പോൾ ഒരൊറ്റ ബൾബ് മാത്രം വെക്കാനുള്ള സമ്മതം ബഹുമാനപ്പെട്ട കക്കടിപ്പുറം. അപ്പൊ അങ്ങനെയാണ് ദുനിയാവിനോടുള്ള എന്തെന്നില്ലാത്ത വെറുപ്പ് ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഏത് ശൈഖന്മാരെടുത്ത് പോയിരുന്നാലും അവർക്ക് ദുനിയാവിനോട് ബോധമുണ്ടാവില്ല, ഇല്ലാന്ന് അവര് പറയാം. എന്നതുപോലെ തന്നെ ഖിലാഫു ശരീഅത്ത്, ശരീഅത്തിനെതിരായ ഒരു കാര്യം ശൈഖ് ചെയ്യാൻ പാടില്ല. ശരീഅത്തിനെതിരെന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെതാണ്, ഇടഭാഗത്ത് തുപ്പണം, മുമ്പോട്ട് തുപ്പരുത്, വലഭാഗത്ത് തുപ്പരുത്. ശരിയായ ശൈഖാണെങ്കിൽ അത് ചെയ്യില്ല. അബൂ യസീദുൽ ബസ്താമി തങ്ങൾ പോയ കഥയെല്ലാം നമുക്ക് അറിയില്ലേ? ഒരു ശരിയായ ചെയ്യേയില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, എല്ലാ അദബുകളും സൂക്ഷിക്കുന്ന പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർ കുത്തുബിത്തങ്ങളെടുത്ത് കുത്തുബിത്തങ്ങളുടെ നേരെ ശിഷ്യനൊന്നും അല്ല. അതേ അവസരത്തിൽ ചെറുശ്ശേരിയാണ് മൂപ്പരുടെ ഉസ്താദ്. ചെറുശ്ശേരി എന്താണ്? നമ്മുടെ സമസ്തന്റെ സെക്രട്ടറി ചെറുശ്ശേരിന്റെ ജദ്ദാൻ തോന്നുന്നു മൂപ്പരാണ് കണ്ണിയത്ത് ഉസ്താദ് കാര്യമായ. പിന്നെ മൂപ്പർക്ക് അന്ന് ഓതുമ്പോൾ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായി.
ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ജമ്മുൽ ജവാമിയിലും മഹലിയിലും മറ്റുള്ള കിതാബിലൊക്കെ മൂപ്പര് വാടക്കാട് കുത്തുബിത്തങ്ങൾ തീർച്ചെടുത്തുമ്പോൾ ആ സബക്കുകളിലുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പോയിരുന്നു. അങ്ങനെ കൂടിയ ഒരു ബന്ധത്തിലേക്ക് കൂടിയുള്ള ശിഷ്യത്വം അത് വലിയ ശിഷ്യത്വം തന്നെ ആയിരുന്നു. ഏതോ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് വളരെയധികം മാതാബുകളും എന്നതുപോലെ തന്നെ സുന്നത്തുകളും യാത്രയിൽ ഹജ്ജ് യാത്രയിലൊക്കെ ബഹുമാനപ്പെട്ടവർ വണ്ടി നിന്നിട്ട് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നവര് നമ്മളിപ്പോ എല്ലാം കൂടെ 2 റക്അത്തായിട്ടും ജാമും കസുറും എല്ലാം ഞമ്മാക്കുന്നില്ലേ. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ജമ്മും കസുറും ആക്കൂല എന്നുള്ളതല്ല, രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കും വണ്ടിയിൽ വെച്ച്. ഇതല്ലായിരുന്നു മൂപ്പരൊക്കെ സ്വഭാവം. അതൊക്കെയാണ് നമ്മുടെ ഉസ്താദന്മാരെ നമുക്ക് കാണിച്ചെന്ന മാതൃക. അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാനുള്ള ഒരു സന്മനസ് ഈ കറുത്ത കുപ്പായക്കാർക്ക് ഉണ്ടാവണം, അല്ലാത്തവർക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം, 2 റക്അത്ത് നിസ്കരിക്കണം. കൻസും മിൻ കുനൂസിൽ ജന്ന എന്ന് ആരംഭ റസൂൽ വിശേഷിപ്പിച്ചതാണ്. സ്വർഗ്ഗത്തിന്റെ നിധിയിൽപ്പെട്ട ഒരു നിധിയെന്ന ഈ 2 റക്അത്തിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഏതാക്കിയത് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാറുൽ ഹുനഫ തുടർന്നു പോക്കാണ് ഹൈറെങ്കിൽ അല്ലാഹു തആല അതിനെ തുടർന്നു പോകുന്ന നിലക്കാവട്ടെ, അല്ലാത്ത നിലക്കാണെങ്കിൽ അല്ലാത്ത നിലക്ക് അല്ലാഹു തആല ആകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സെല്ലാം അല്ലാഹു തആല നന്നാക്കട്ടെ. കിബ്ർ നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല തരാതിരിക്കട്ടെ. അസൂയ എന്നതുപോലെ തന്നെ അകപ്പെരുമ, ലോകമാന്യങ്ങളില്ലാത്ത ഇബാദത്തുകൾ ചെയ്യാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആസന്നമായ റമദാനു ശരീഫ് നമുക്ക് അല്ലാഹു തആല എത്തിച്ചു തരികയും പൂർവോപരി ഇബാദത്തെടുക്കാനും കൂടുതൽ ഖുർആൻ ഓതാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അവന്റെ ത്വാഅത്തിലും മഹബ്ബത്തിലുമായുള്ള ആയുസ് നമുക്കും നമ്മുടെ ഭാര്യമക്കൾ, മക്കളെ ബന്ധപ്പെടുന്നവര്, സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവർക്കെല്ലാം അല്ലാഹു നൽകട്ടെ. എപ്പോഴാണ് ഒരിക്കൽ ഹൈറാകുന്നത് ആ സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ലവരുടെ മുമ്പിൽ വെച്ച് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നൽകി, നമ്മുടെ മശായിഖന്മാരുടെ സാന്നിധ്യം എല്ലാം നൽകി നല്ല സ്ഥലത്ത് വെച്ച് അല്ലാഹു തആല മരിപ്പിക്കട്ടെ എന്നത്. ആമീൻ പറയുന്നില്ല, മരിപ്പിക്കട്ടെ എന്ന് അല്ല, ആമീൻ പറഞ്ഞാലും ആമീൻ പറഞ്ഞില്ലെങ്കിൽ മരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്ഥലത്ത് വെച്ച് അല്ലാഹു തആല മരിപ്പിക്കട്ടെ എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതികമായ ശരീരം ഖബറിലേക്ക് താക്കുമ്പോൾ ആരംഭ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് താങ്ങി പിടിച്ച് ഖബറിലേക്ക് താക്കുന്ന മയ്യത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ മയ്യത്ത് അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ എന്നതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന സ്വദേശികൾ, വിദേശികൾ എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ എന്നതുപോലെ നമുക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന സ്ത്രീകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ സകലമായ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി ആഫിയത്തും ശിഫത്തും ദീർഘായുസ്സും നമുക്കും അവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ വേദിയിൽ മൽഹറിന്റെ സാരഥി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി, സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ മദക്ക, ഉക്കട മുദരിസ് ഉസ്താദ്, അതുപോലെ നമ്മുടെ ഉസ്മാൻ ചബോളംതൂർ, സിർക്കള ഖതീബ് അബ്ദുൽ ഹമീദ്, കൊടുങ്ങൈ ദാറുൻ നജാത്ത്, അങ്ങനെ പ്രഗത്ഭരായ ഉമറാക്കളും മറ്റൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. നമ്മളെ അബ്ദുള്ള മുസ്ലിയാർ ദുബൈ 2 മിനിറ്റ് ആശംസ അറിയിക്കുന്നു. പേരോട് ഉസ്താദ് സുരുവയില് മജീദ് ഹനീഫിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് കുറച്ച് സമയമായി. ബേക്കൽ ഉസ്താദുമായിട്ട് ആ വീട്ടിൽ ഭക്ഷണം കഴിച്ച് സംസാരിച്ചിട്ട്